السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയരായ ശ്രോതാക്കളെ, നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ദേഷ്യം പിടിക്കുന്നതിനെ പറ്റിയാണ്, ദേഷ്യത്തെ പറ്റിയാണ്. നാം പിടിക്കുന്ന ഈ ദേഷ്യം, ഇതിനെ വലിയൊരു വില കൊടുക്കേണ്ടി വരും. കാരണം അത്രമാത്രം അപകടകരമാണ് ഈ ദേഷ്യം എന്നുള്ളത്. അതിൻ്റെ സൈഡ് എഫക്റ്റുകളെ പറ്റി നാം അറിയുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ദേഷ്യം പിടിക്കുകയില്ല. അത്രമാത്രം പ്രശ്നങ്ങൾ അതിലുണ്ട്. അതിൽ സ്ട്രോക്കുകൾ വരെ ഉണ്ടാകും, ഹാർട്ട് അറ്റാക്കുകൾ വരെ ഉണ്ടാകും. അതിന് 2-3 ഇരട്ടി ചാൻസസ് ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹു തആല എൻ്റെ ഈ ദേശത്തെ പറ്റിയുള്ള നാളത്തെ ക്ലാസ്സും കൂടി നിങ്ങൾ ശ്രവിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ അതിൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ശൂറ 37-ാമത്തെ ആയത്തിൽ, വല്ലദീന യജ്തനിബൂന കബാഇറൽ ഇസ്മി വൽ ഫവാഹിഷ വഇദാ മാ ഗളിബൂഹും യഗ്ഫിറൂൻ. സൽജനങ്ങൾ, മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ തെറ്റായ എല്ലാ കാര്യങ്ങളെയും അവർ വെഞ്ഞു ദൂരത്താകുന്നു, കൈവടിയുന്നു. അതേപോലെ തന്നെ നീചമായ നികൃഷ്ടമായ കാര്യങ്ങളെ അവർ കൈവടിയുന്നു. അവർക്ക് ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ അവർ ജനങ്ങൾക്ക് വിടുതി നൽകുന്നു, മാഫ് നൽകുന്നു എന്ന് അല്ലാഹു പറയുന്നു. അതേപോലെ തന്നെ മുത്തഖീങ്ങളെപ്പറ്റി സൂറത്ത് ആൽ ഇംറാനിൽ 134-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽ കാദിമീനൽ ഗൈദ വൽ ആഫീന അനിന്നാസി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്നാണ്. വിഷമഘട്ടത്തിലും സന്തോഷത്തിൻ്റെ സമയത്തും ചിലവ് ചെയ്യുന്നവർ, അതേപോലെ തന്നെ ദേഷ്യങ്ങളെ പിടിച്ചു വിഴുങ്ങുന്നവർ, ജനങ്ങൾക്ക് വിടുതി ചെയ്യുന്നവർ ആണ് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് അടുത്തവർ. അത്തരം ആൾക്കാരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാഹു പറയുന്നു. ഇവിടെ 2 ആയത്തിലും അള്ളാഹു പറഞ്ഞത് എന്തുകൊണ്ടും ദേഷ്യം പിടിക്കാൻ പാടില്ല. അത് ഉണ്ടാവുമ്പോഴൊക്കെ അതിനെ പിടിച്ചു വിഴുങ്ങണം, ഒരിക്കലും അത് പുറത്ത് കാണിക്കാൻ പാടില്ല എന്നാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. ഒരു വ്യക്തി നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്ന് പറഞ്ഞു, എന്നെ ഉപദേശിക്കണമെന്ന്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ദേഷ്യപ്പെടരുത് എന്ന്. അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു, എന്നെ ഉപദേശിക്കണം, എന്നെ ഉപദേശിക്കണം എന്ന്. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ദേഷ്യപ്പെടരുത്, ലാ തഗ്ലബ് എന്നാണ്. ആ ഹദീസുകൾ മുഴുവനായി വായിക്കുന്നില്ല, കാരണം സമയമില്ലാത്തത് കൊണ്ടാണ്. അതേപോലെ തന്നെ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു വ്യക്തി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നു പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരണം, അതുകൊണ്ട് എനിക്കിവിടെ സുഖസുന്ദരമായി ജീവിക്കാൻ പറ്റണം, അങ്ങനെയുള്ള വാക്കുകളായിരിക്കണം. എനിക്കിവിടെ ആരോഗ്യത്തോടെ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ എനിക്കിവിടെ ജീവിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കുറേയൊന്നും എനിക്ക് പറഞ്ഞു തരരുത്, കാരണം ഞാൻ മറന്നു പോകുന്ന ആളാണ്, മറന്നു പോകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കാൻ, വളരെ സുഖകരമായി ജീവിക്കാൻ, യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ ഒരു
രോഗങ്ങളും ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു കൊടുത്തത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ദേഷ്യം പിടിക്കരുത് എന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റെസ്ലർ ശക്തവാൻ എന്ന് പറഞ്ഞാൽ അവൻ ഈ നാം സാധാരണ കാണുന്ന ഗുസ്തികളിലൊക്കെ റെസ്ലിങ്ങിലൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് തള്ളിയിടുന്ന അവനല്ല. സത്യത്തിൽ ദേഷ്യം പിടിക്കുമ്പോൾ വിഴുങ്ങാൻ പറ്റുന്നവനാരോ അവനാണ്, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവനാരോ അവനാണ് ശക്തവാൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങൾ ആരെങ്കിലും ദേഷ്യം പിടിക്കുമ്പോഴേക്ക് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം, എന്നാൽ നിങ്ങളുടെ ദേഷ്യം പോകും എന്ന് ഹദീസിൽ കാണുന്നുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അതായത് അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എന്നെ സ്വർഗത്തിൽ കടത്തുന്ന അമല് എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ആയിരുന്നു, ലാ തഗ്ലബ്, നീ ദേഷ്യം പിടിക്കരുത് എന്ന്. ഇങ്ങനെ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചോദിച്ചു, എന്നെ അള്ളാഹുവിൻ്റെ ദേശത്തെ തൊട്ട് തടയുന്ന എന്താണ് എന്ന് പഠിപ്പിച്ചു തരണം. അപ്പോഴേക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദേശത്തെ തൊട്ട് തടയുന്നത് അവിടെ പറഞ്ഞത് ലാ തഗ്ലബ്, നീ ദേഷ്യം പിടിക്കരുത്, നിനക്ക് ദേഷ്യം പിടിക്കരുത്, നിനക്ക് ദേഷ്യം ഉണ്ടാകരുത്. വലക്കൽ ജന്ന, അപ്പോഴേക്ക് നിനക്ക് സ്വർഗം ഉണ്ടാകും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, ഇബ്നു ഹക്കീം റളിയല്ലാഹു അൻഹു അവരുടെ പിതാവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ മുആവിയെ, നീ ദേശത്തെ തൊട്ട് കാക്കണം. ഈ ദേശം എന്നുള്ളത് ഈമാനെ അത് ഫസാദാക്കും. ഈ കയ്പ് രസങ്ങൾ തേനിനെ എങ്ങനെയാണോ നശിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈമാനെ അത് നശിപ്പിക്കും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇബ്നു അസാക്കിറും തബറാനിയും ബൈഹഖിയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അപ്പം ചുരുക്കത്തിൽ ഈ ദേശം എന്നുള്ളത് ഇവിടെ ധാരാളം ചിന്തിക്കാനുണ്ട്. കാരണം അത്രയും നല്ല തേനിനെ അതിൽ കയ്പ് രസം കലർന്നാൽ അത് എങ്ങനെ നശിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ ഈമാൻ ഈ ദേശം കൊണ്ട് എന്തുകൊണ്ടും നശിഞ്ഞു പോകും, അതിന് കുറവ് സംഭവിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസിൽ കാണാം, അല്ലിമു യസ്സിറു വലാ തുഅസ്സിറു, ഇവിടെ നിങ്ങൾ പഠിപ്പിക്കണം, ഇവിടെ എന്തുകൊണ്ടും എളുപ്പങ്ങളെ ഉണ്ടാക്കാൻ പറ്റൂ, ഇവിടെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങളിൽ നിന്ന് ദേഷ്യം പിടിച്ചാൽ ഫസ്കുത്ത്, അങ്ങനെ 3 തവണ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അടങ്ങണം, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അത് പുറത്ത് കാണിക്കരുത്, അത് വിഴുങ്ങണം, ഒന്നുകൊണ്ടും നിങ്ങൾ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കരുത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഹദീസുകൾ ധാരാളം കാണുന്നുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ഇതിനെപ്പറ്റി ധാരാളം കാണുന്നുണ്ട്. ചുരുക്കത്തിൽ ദേഷ്യം എന്നുള്ളത് അത് വലിയ ഒരു അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ദേഷ്യം ഒരിക്കലും പിടിക്കരുത്. അല്ലാഹു തആല ഇവിടെ ദേഷ്യം പിടിക്കാതെ സകലർക്കും നന്മ ചെയ്യുവാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.
എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.